ശബരി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ +2 വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ സെന്റ് ഓഫ് വേറിട്ട അനുഭവമായി മാറി. +2 വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് വേറിട്ട അനുഭവമായി മാറി. പള്ളിക്കുറുപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും നൽകുന്ന സ്കൂളിന്റെ തനത് പദ്ധതിയായ ജീവനത്തിന്റെ ഭാഗമായി കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റ് ലഭിച്ച തുക ഉപയോഗിച്ച് പാലിയേറ്റീവ് പ്രവർത്തനം നടത്തിയാണ് സെന്റ് ഓഫ് ആഘോഷിച്ചത്. കാരാകുർശിയിലെ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വാക്കർ, എയർബെഡ്, നെബുലൈസർ എന്നിവയും, വോയ്സ് ഓഫ് മണ്ണാർക്കാടിന് വീൽ ചെയർ, ക്രച്ചസ് എന്നിവയും, അലനല്ലൂരിലെ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വീൽ ചെയർ, നെബുലൈസർ എന്നിവയും, പള്ളിക്കുറുപ്പിലെ ഡയാലിസിസ് രോഗിക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള ഡയാലൈസർ കിറ്റും ജീവനം ഉൽപ്പന്നങ്ങൾ എന്നിവയുമാണ് കുട്ടികൾ നൽകിയത്. PTA വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് അംഗം പ്രിയ നാരായണൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഇവിടെ +2 കാലഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ ഏറ്റവും നല്ലൊരു അടയാളപ്പെടുത്തലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, വ്യത്യസ്തമായ പദ്ധതികളിലൂടെ നമ്മൾ മുന്നോട്ട് ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഉപരിയായി നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന പാലിയേറ്റീവ് രോഗികളെ ഇന്ന് ഈ ദിവസം കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ നടപ്പിലാക്കിയ ജീവന പദ്ധതിയിലൂടെ നേടിയെടുത്ത ഫണ്ട് അത് പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സന്തോഷം നിറഞ്ഞ കാര്യമാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രവൃത്തിയായി മാതൃകയാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് നേതൃത്വം തന്ന നിങ്ങളുടെ അധ്യാപകര്, നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ ഈ പ്രവർത്തനത്തിന് സജ്ജരാക്കി തന്ന നിങ്ങൾ അധ്യാപകരോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. സ്കൂൾ പ്രിൻസിപ്പൽ എ ബിജു മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളെ ഗ്രൂപ്പ് തിരിച്ച് അവർക്ക് ഗ്രൂപ്പിന് ടീച്ചേഴ്സിനെ ചാർജ് കൊടുത്ത് കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ചെറിയ ചെറിയ തൊഴിലുകൾ അഭ്യസിക്കുന്നതിന് വേണ്ടി അതിന് ചില ശില്പശാലകൾ ക്യാമ്പസിനകത്തും അല്പസ്വല്പം സ്കൂളിൽ പുറത്തു പോയി പഠിച്ചതിന്റെ ഭാഗമായി കുറേയേറെ ഉൽപ്പന്നങ്ങൾ കുട്ടികൾ നിർമ്മിച്ചു. ഞങ്ങൾ അതിന്റെ ഒരു 3ാം ഘട്ടം എന്നോണം അതിന്റെ ഒരു പ്രദർശനവും വിൽപ്പനയും എന്ന രീതിയിലൊരു ദിവസം മാറ്റിവെക്കുകയും ആ പ്രദർശന വേളയില് സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള അധ്യാപകരും ഇവിടെയുള്ള PTA കമ്മിറ്റിക്കാരെയും മറ്റു ആളുകളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മികവാർന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ കാഴ്ചവെച്ചത്. അപ്പൊ അതിന് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അധ്യാപകർ ഓരോരുത്തരും മനസ്സിലാക്കി, നമ്മൾ കുട്ടികൾക്ക് ഓരോ പാഠ്യ പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികൾക്ക് മാർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള അധ്യാപകന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ഇതിനപ്പുറത്ത് എന്തൊക്കെയോ ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ വിദ്യാലയത്തിലെ ജീവനക്കാർ, അധ്യാപകർ, ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ആ പ്രദർശന ഉൽപ്പന്നം നടത്തിയ ശില്പശാലയില് കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ജീവൻ എന്നുള്ള പരിപാടി തുടങ്ങിയത്. കുട്ടികൾക്ക് ഇതുകൊണ്ട് ജീവിതോപാധി ഉണ്ടാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ചിലപ്പോ അടുത്ത വർഷം ഡിഗ്രിക്ക് പഠിക്കുകയാണ്, അവർ ഈ തൊഴിൽ പഠനത്തോടൊപ്പം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ആവശ്യമായ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള 10-500 രൂപയെങ്കിലും അവർക്ക് രക്ഷിതാവിനോട് ചോദിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ ഡ്രസ്സിന് മാച്ച് ചെയ്ത 2 കമ്മല് വാങ്ങാനോ ഒരുപക്ഷെ രക്ഷിതാവിനോട് ചോദിക്കാതെ അവന് സ്വന്തമായി വാങ്ങിക്കാം. അതല്ലെങ്കിൽ അവന് വൈകുന്നേരം 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വിട്ടാൽ ബേക്കറി കയറി ബർഗർ പപ്സൊക്കെ കഴിക്കണമെങ്കിലുള്ള പൈസ രക്ഷിതാവിനോട് ചോദിക്കാതെ ഉണ്ടാക്കാനുള്ള ശേഷി ഇവിടെ ഇരിക്കുന്ന 120 കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളോട് അവതരിപ്പിക്കുന്നത്. വിദ്യാർത്ഥി പ്രതിനിധികളായ ഫാത്തിമ ഷെറിൽ, ഫാത്തിമത്ത് ഫിദ എന്നിവർ തങ്ങളുടെ അനുഭവം പങ്കുവച്ചു. ഹായ്, എൻ്റെ പേര് ഷെറിൽ. എൻ്റെ പേര് ഫിദ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങളുടെ ജീവനത്തിന് പദ്ധതികളുടെ ഉദ്ഘാടനം കുറിച്ചത്. അതിൽ ഞങ്ങൾക്ക് ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് തിരിച്ചിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന തൊഴിൽ പരിശീലനമാണ് നൽകിയത്. അതിൻ്റെ ശില്പശാലയൊക്കെ ഈ സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തിയത്. ഞാൻ ഫ്രെയിം വർക്കിൻ്റെ ആയിട്ടായിരുന്നു എനിക്ക് ആ ഗ്രൂപ്പിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കേക്ക് ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞ് വേറെ കോളേജിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് ടീച്ചേഴ്സ് കുറേ സപ്പോർട്ട് കൊണ്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് കൂടുതൽ ഈ ബേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആവാൻ പറ്റി. ഞങ്ങൾക്ക് ഈ ഫ്രെയിം വർക്ക് എന്നുള്ളത് ഇതിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അവരാണ് ഞങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യണം, ഇത് എങ്ങനെ വിൽക്കണം എന്ന് വരെ അവരാണ് പഠിപ്പിച്ചത്. ഇതിനെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ സാറും ടീച്ചേഴ്സും എല്ലാവരും ഞങ്ങൾക്ക് ഒരുമാതിരി
ഒരുപോലെ ഞങ്ങൾ എല്ലാത്തിലും ഇത് കോർഡിനേറ്റ് ചെയ്തു. അങ്ങനെ ഇന്ന് അതിന് സമാപനം കുറിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിന്ന് വിറ്റിട്ടും പിന്നെ ഞങ്ങൾ ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഇതിനോടനുബന്ധിച്ചിട്ട് +1 +2 ഒരുമിച്ച് നടത്തിയിരുന്നു. അതിനെല്ലാം കിട്ടിയിട്ടുള്ള പൈസ ഞങ്ങളിപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ ഇതിൽ വയ്യാത്ത ആൾക്കാർക്കൊക്കെ സ്ട്രെച്ചർ, വീൽ ചെയർ പോലത്തെ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ ഈ ചെറിയൊരു സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ അക്കാദമിക് കോർഡിനേറ്റർ ബാലചന്ദ്രൻ, MPTA പ്രസിഡന്റ് ജസീറ, പാലിയേറ്റീവ് സൊസൈറ്റി പ്രവർത്തകരായ ശശിപാൽ, ബർലിറ്റ്, രമേശ് പൂർണിമ, ജീവനം കോർഡിനേറ്റർ അനുശ്രീ KS, സ്കൂൾ ചെയർമാൻ മുഹമ്മദ് ഇഹ്സാൻ, സന ഫാത്തിമ എന്നിവർ സംസാരിച്ചു.